നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. തുടർച്ചയായ 13ാം ദിവസവും അമേരിക്ക ശക്തമായ ആക്രമണം ഇറാനെതിരെ നടത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇറാൻ ഇതിനെതിരായിട്ട് അല്ലെങ്കിൽ അമേരിക്കൻ ആക്രമണത്തിന് തിരിച്ചടിയെന്നോണം ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ ബേസുകളിലേക്ക് ആക്രമണം നടത്തിയിട്ടുമുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നത് ഇറാൻ്റെ പ്രത്യാക്രമണങ്ങൾക്ക് മൂർച്ച കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് അമേരിക്കൻ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി പേരിന് ഗൾഫ് രാജ്യങ്ങളിൽ ഇറാൻ ഏതാനും മിസൈലുകളും ഡ്രോണുകളും മറ്റും അയക്കുന്നതേയുള്ളൂ. അമേരിക്കൻ ബേസുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടമുണ്ടായതായോ അല്ലെങ്കിൽ ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളിൽ നാശനഷ്ടമുണ്ടായതായോ യാതൊരു വിവരവുമില്ല. അതേസമയം അമേരിക്ക ഇറാനിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിൽ അതിശക്തമായ ആക്രമണം നടത്തുകയാണ്. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകളെ ആക്രമിച്ചാൽ ഓരോ കപ്പലുകൾക്കും പകരം ഇറാനിലെ ഓരോ പാലങ്ങളും തന്ത്രപ്രധാനമായ എണ്ണപ്പാടങ്ങളും തകർക്കുമെന്നാണ് അമേരിക്കയുടെ പുതിയ ഭീഷണി വന്നിരുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത്. എന്നാൽ പാലങ്ങളും എണ്ണപ്പാടങ്ങളും അതുപോലെ തന്നെ മറ്റു പല സംവിധാനങ്ങളുമെല്ലാം ഗൾഫ് രാജ്യങ്ങളിലുമുണ്ട് എന്നൊരു താക്കീത് ഇറാൻ തിരിച്ചു നൽകി. അപ്പോഴേക്കും അമേരിക്ക പ്രസ്താവന മാറ്റി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിന്നെ പറഞ്ഞത് കപ്പലുകൾ ആക്രമിച്ചാൽ അതിലുണ്ടാകുന്ന നഷ്ടം അത് നികത്താനായി ഇറാൻ്റെ മരവിപ്പിച്ച ഫണ്ട് അമേരിക്കയുടെ കയ്യിലുണ്ട്. ഉപരോധത്തിൻ്റെ ഭാഗമായി ഇറാൻ്റെ ഒട്ടനവധി സമ്പത്ത് അമേരിക്ക പിടിച്ചു വച്ചിട്ടുണ്ട്. ഈ സമ്പത്ത് ഏതെങ്കിലും ദിവസം ഈ ഉപരോധം അവസാനിക്കുമ്പോൾ ഇറാന് നൽകേണ്ടതാണ്. എന്നാൽ ഈ തുകയിൽ നിന്നും ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്കുണ്ടാകുന്ന നഷ്ടപരിഹാരം നൽകുമെന്നാണ് ഇപ്പോൾ അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റുള്ള രാജ്യങ്ങളുടെ ധനം കൈയിട്ട് വാരിയാൽ ആരുടെയും ധനം സുരക്ഷിതമായിരിക്കില്ല എന്ന് ഇറാനും തിരിച്ചടിച്ചിരിക്കുന്നു. ഇങ്ങനെ പരസ്പരം ആയുധങ്ങൾ കൊണ്ടുള്ള ആക്രമണങ്ങളും വാക്കുകൾ കൊണ്ടുള്ള ആക്രമണങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഇതേസമയം ഇറാഖ് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ഇറാനിലെത്തിയത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ചയാക്കിയിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഇറാഖ് പ്രധാനമന്ത്രി ഇറാനിലെത്തിയത്? അമേരിക്കയ്ക്ക് വേണ്ടി സമാധാന ദൗത്യവുമായിട്ടാണോ അതോ വീണ്ടും ഇറാനും അമേരിക്കയും തമ്മിൽ ചർച്ച നടത്തിക്കാൻ വേണ്ടിയിട്ടാണോ ഇത്തരത്തിൽ ഇറാഖ് പ്രധാനമന്ത്രി എത്തിയത്? ആദ്യഘട്ടങ്ങളിൽ അമേരിക്കയുടെ ദൂതൻ അല്ലെങ്കിൽ അമേരിക്കയുടെ സമാധാന ശ്രമം നടത്തുന്ന ഒരു വക്താവ് അത് പാകിസ്ഥാനായിരുന്നു. പാകിസ്ഥാൻ്റെ ശ്രമം പരാജയപ്പെട്ടതോടുകൂടി ഗൾഫ് രാജ്യങ്ങൾ ഇതിൽ ഇടപെടാൻ തുടങ്ങി. ഗൾഫ് രാജ്യങ്ങൾ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ ഏറെക്കുറെ വിജയിച്ചതാണ്. ഇറാനെ ചർച്ചാമേശയ്ക്കരികിൽ കൊണ്ടിരുത്തി അമേരിക്ക എഴുതിയുണ്ടാക്കിയ സമാധാന ഉടമ്പടി അതിൽ ചില വെട്ടിത്തിരുത്തലുകൾ വരുത്തിയിട്ടാണെങ്കിലും ഇറാനെ കൊണ്ട് ഒപ്പുവയ്പ്പിക്കാൻ വിജയിച്ചു. പക്ഷേ ആ സമാധാന ഉടമ്പടികൾക്ക് ശേഷം ചർച്ചകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കെ കാര്യങ്ങൾ മാറി മറിയുകയായിരുന്നു. ഹോർമൂസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകളെ ഇറാൻ ആക്രമിക്കാൻ ആരംഭിച്ചതും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കൊല്ലാൻ ഇറാൻ പദ്ധതിയിട്ടതും സമാധാന ശ്രമങ്ങളെ അട്ടിമറിച്ചു. അമേരിക്ക ചർച്ചാമേശ ഉപേക്ഷിച്ച് നേരെ യുദ്ധക്കളത്തിലേക്ക് ചാടിയിറങ്ങി. ശക്തമായ ആക്രമണം അന്ന് തുടങ്ങിയതാണ്. ഇന്ന് 13ാം ദിവസവും അത് തുടരുന്നു. എല്ലാ രാത്രികളിലും ഇറാനെ തരിപ്പണമാക്കുന്ന ആക്രമണമാണ് അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പശ്ചിമേഷ്യൻ സംഘർഷം ഇത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇറാഖ് പ്രധാനമന്ത്രി എന്തിന് ഇറാൻ സന്ദർശിച്ചു എന്ന ചോദ്യം പ്രസക്തമാവുകയാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഇറാഖ് പ്രധാനമന്ത്രി അമേരിക്കയുടെ സമാധാന ദൂതുമായിട്ടാണ് ഇറാനിലെത്തിയത് എന്നാണ്. ചർച്ചകൾക്ക് സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ടും ചർച്ചകൾക്ക് ഇറാനെ പ്രേരിപ്പിച്ചുകൊണ്ടുമുള്ള സമാധാന ശ്രമങ്ങളാണ് ഇറാഖ് പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നത്. എന്നാൽ ഇറാൻ ഇതിന് വഴങ്ങിയിട്ടില്ല. കാരണം അമേരിക്കയ്ക്ക് ആയുധങ്ങൾ സംഭരിക്കാനും ആയുധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിന്യസിക്കാനുമുള്ള ഒരു ഇടവേള മാത്രമാണ് വെടിനിർത്തൽ കരാറുകൾ. അമേരിക്ക വെടിനിർത്തലിനെ അങ്ങനെ അത്രയധികം മാനിക്കുന്നില്ല. ഏത് സമയത്ത് വേണമെങ്കിലും യുദ്ധത്തിലേക്ക് ചാടിയിറങ്ങാം എന്നുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തങ്ങൾ ഇതിൽ വിശ്വസിക്കുന്നില്ലെന്നും സമാധാന ശ്രമങ്ങൾക്കില്ല, സമാധാന ഉടമ്പടിക്കില്ല എന്നുമാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അതേസമയം സമാധാനത്തിന് തടസ്സം നിൽക്കുന്നത് ഇറാൻ തന്നെയാണ് എന്നാണ് അമേരിക്കയുടെ അവകാശവാദം. ആണവായുധങ്ങൾ ഉപേക്ഷിക്കണമെന്ന് പറയുന്നത് ലോക സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. ഇസ്രായേലിനെ ആണവായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കാൻ കാത്തിരിക്കുകയാണ് ഇറാൻ. 60%
സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ്റെ പക്കലുണ്ട്. ഇത് 90%-ലെത്തിയാൽ ഇറാന് ആണവായുധങ്ങൾ കൈവരും. അധികം വൈകാതെ ഇറാൻ ആണവായുധം ഇസ്രായേലിന് നേരെയോ അമേരിക്കയ്ക്ക് നേരെയോ തൊടുക്കുവാനുള്ള സാധ്യതയുമുണ്ട്. അതിൻ്റെ കാരണം ഇറാൻ്റെ കയ്യിൽ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ഇപ്പോഴുമുണ്ട്. ആണവ ആയുധങ്ങൾ വഹിക്കാൻ കഴിയുന്ന രണ്ടാമത്തെ കാരണമെന്നത് ഇറാൻ ഇപ്പോൾ വലിയ പകയിൽ നീറുകയാണ്. അതായത് 2026 ഫെബ്രുവരി 28-ന് ആരംഭിച്ച ഈ സൈനിക നടപടിയുടെ ആദ്യ ദിവസത്തിൽ തന്നെ ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമീനി വധിക്കപ്പെട്ടു. അയത്തുള്ള ഖമീനിയെ വധിച്ചത് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിയ ആക്രമണത്തിലാണ്. അതുകൊണ്ട് തന്നെ എപ്പോൾ ആണവായുധങ്ങൾ കയ്യിൽ കിട്ടുമോ അപ്പോൾ ഇതിന് പ്രതികാരം ചെയ്യുമെന്ന് ഇതിനോടകം തന്നെ ഇറാൻ പ്രതികരിച്ചിട്ടുണ്ട്. അയത്തുള്ള ഖമേനിയുടെ ശവസംസ്കാര ചടങ്ങിൽ ആയിരങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കും എന്ന ബാനറുമായി നിൽക്കുന്നത് ലോകം കണ്ടതാണ്. അത് വെറുതെയുള്ള ഒരു പറച്ചിൽ മാത്രമായിരുന്നില്ല. നിരന്തരം ഇപ്പോഴും ഇറാൻ്റെ ആളുകൾ അമേരിക്കൻ പ്രസിഡന്റിനെ വധിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റിന് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിക്കൊണ്ടാണ് അമേരിക്ക ഈ നീക്കങ്ങൾക്ക് തടയിടുന്നത്. അതേസമയം 13 ദിവസത്തെ അതിശക്തമായ ആക്രമണം ഇറാൻ്റെ സൈനിക ശേഷിയെ വല്ലാതെ കുറച്ചു എന്ന് വിലയിരുത്തുകയാണ് അമേരിക്കയും ഇസ്രായേലും. എന്തായാലും യുദ്ധരംഗത്തേക്ക് ഇസ്രായേൽ രണ്ടാം ഘട്ടത്തിൽ കടന്നുവരാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണ് ഇതിന് കാരണമെന്ന് പറയുന്നവരുണ്ട്. അതായത് ഒരു കാരണവശാലും ഇറാനുമായി ചർച്ചകൾ നടത്തരുതെന്നും ഇറാനെ തുടർച്ചയായി ആക്രമിക്കണമെന്നും ഇല്ലെങ്കിൽ അവർ സമാധാനത്തിന് ഭീഷണിയാണെന്നുമായിരുന്നു ഇസ്രായേലിൻ്റെ നിലപാട്. ആ നിലപാട് കേൾക്കാതെ അമേരിക്കയാണ് ഇറാനുമായി ചർച്ച നടത്താൻ പോകുന്നത്. ഇപ്പോൾ അമേരിക്കയ്ക്ക് അതിൻ്റെ പേരിൽ കൈപൊള്ളിയിരിക്കുന്നു. അപ്പോൾ അമേരിക്ക നിരന്തരമായി യുദ്ധം നടത്തുകയാണ്, ഇസ്രായേൽ മാറി നിൽക്കുകയുമാണ്. ആണവായുധങ്ങൾ കൈക്കലാക്കുന്നതുവരെ യുദ്ധം തുടരുമെന്നാണ് അമേരിക്ക അറിയിച്ചിരിക്കുന്നത്. സൈനിക ശേഷി വല്ലാതെ കുറഞ്ഞ സാഹചര്യത്തിൽ IRGCയുമായി കരയിൽ ഏറ്റുമുട്ടാൻ തയ്യാറെടുക്കുകയാണ് അമേരിക്ക. ഉടൻ തന്നെ കരയുദ്ധം തുടങ്ങാനാണ് അമേരിക്കയുടെ പദ്ധതി എന്നാണ് സൂചന. ഇത് ഇറാനും മനസ്സിലാക്കുന്നുണ്ട്. കരയുദ്ധത്തിനായി ഇറാനും തയ്യാറെടുക്കുന്നുണ്ട്. കരയുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ഇനി ഭരണകൂടത്തെ അട്ടിമറിച്ച് അവിടെ മറ്റൊരു ഭരണകൂടത്തെ സ്ഥാപിക്കാൻ അമേരിക്കയ്ക്ക് കൃത്യമായി കഴിയും. അതുകൊണ്ട് തന്നെ അടുത്ത കാലത്തൊന്നും ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം അവസാനിക്കാൻ പോകുന്നില്ല. അവസാന ഘട്ടത്തിൽ ഇറാൻ്റെ പരാജയം അടുത്തപ്പോൾ ഹൂതികളും രംഗത്തെത്തിയിട്ടുണ്ട്. കടൽ മാർഗമുള്ള ചരക്ക് നീക്കത്തെ അങ്ങേയറ്റം തടയാൻ ഹൂതികളും കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്. മൊത്തത്തിൽ പശ്ചിമേഷ്യ വലിയ ദുരന്ത ഭൂമിയായി മാറിയിരിക്കുകയാണ്. സമാധാനം അടുത്തെങ്ങുമില്ല എന്ന് ലോകരാജ്യങ്ങൾ കണ്ടറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കയും ഇറാനും തമ്മിൽ നടക്കുന്ന ഈ സംഘർഷം ഒരു പരിധിവരെ ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടവും IRGCയും നിലം പതിക്കുന്നതുവരെ ഉണ്ടാകും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അവിടെ അമേരിക്കയ്ക്ക് പിന്തുണ കിട്ടുന്ന ഒരു സർക്കാരിനെ വാഴിച്ച് ശേഷം മാത്രമേ അമേരിക്കൻ സൈന്യം ഇറാൻ വിടാനുള്ള സാധ്യതയുള്ളൂ. സമാധാന ചർച്ചകളും സമാധാന ഉടമ്പടികളും അല്പകാലത്തേക്ക് നമ്മുടെ വിചാരധാരയിൽ നിന്നും മാറ്റിവെക്കാം.